വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. എറണാകുളം പറവൂരിൽ ഭീകര സംഘടനയുടെ പേരിൽ വെയിറ്റിംഗ് ഷെഡ്. പറവൂർ വാണിയങ്കാടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. PFIയെ നിരോധിച്ചിട്ട് ബസ് ഷെൽട്ടർ നീക്കം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, നിരോധിത സംഘടനയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം, അതും ഇത്രത്തോളം പരസ്യമായി തന്നെ അവിടെ എഴുതി വച്ചിരിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് കൊണ്ട് ഇത്രയും നാളായി എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? ദേവിക, പറവൂർ വാണിയങ്കാടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിലുള്ള ബസ് സ്റ്റോപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നത്. 2022 പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതാണ്. എന്നാൽ ഈ നിരോധനം വന്നതിന് ശേഷം ഇത്തരത്തിൽ ഭീകര സംഘടനയായി കണ്ടെത്തി നിരോധിച്ച സംഘടനയുടെ പേരുകളടക്കം പിന്നീട് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. എന്നിരുന്നാൽ പോലും ഇപ്പോഴും പരസ്യമായിട്ട് നടുറോട്ടിൽ ഈ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യം വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ, അതായത് ഈ നിരോധനം ഉണ്ടായിട്ട് ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. 2018 ഈ പോപ്പുലർ ഫ്രണ്ട് ഡേയുടെ ഭാഗമായിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ സ്ഥലത്ത് ഇപ്പോഴും ഈ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നു. ഈ സ്ഥലത്തിൻ്റെ കൂടി പ്രത്യേകത ഒരു പരിഗണിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഈ പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുണ്ടായിരുന്ന ഒരു മേഖലയാണ്. ഈ സ്ഥലത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ ദൂരം മാത്രമാണ് പാനായിക്കുളം നിലനിൽക്കുന്നത്. അതായത് പണ്ട് സിമി ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ആദ്യകാല രൂപമായിട്ടുള്ള സിമി നിരോധിക്കപ്പെട്ടതിന് ശേഷം സിമിയുടെ രഹസ്യ ക്യാമ്പ് നടന്നത് ഈ പാനായിക്കുളത്താണ്. പാനായിക്കുളവും വാണിയങ്കാട് തമ്മിൽ ഏതാനും കിലോമീറ്റർ മാത്രമാണ് ദൂരം. മാത്രവുമല്ല, ഈ കൈവെട്ട് കേസിലെ പോപ്പുലർ ഫ്രണ്ടിന് മുമ്പായിട്ടുണ്ടായിരുന്ന NDF ഉൾപ്പെട്ട കൈവെട്ട് കേസിലെ പ്രതികൾ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ പ്രതികൾ ഏറ്റവും അധികം ഉണ്ടായിരുന്ന വെടിമറ എന്ന സ്ഥലവും ഇതും ഏകദേശം കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ള ഒരു സ്ഥലം. ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വലിയൊരു സ്വാധീനമുള്ള ഒരു മേഖലയിലേക്ക് ഈ നിരോധനത്തിന് ശേഷം പോലും പോലീസിൻ്റെ കണ്ണെത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ പോലീസിൻ്റെ ശ്രദ്ധയുണ്ടായിട്ടോ അല്ലെങ്കിൽ പോലീസിൻ്റെ കൂടി ഒത്യാശയോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രത്തിൽ ഈ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ്. ഈ സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷവും ഇപ്പോഴും അവരുടെ പേര് പ്രദർശിപ്പിച്ചുകൊണ്ട് ആ സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്നു. ഈ സ്ഥലത്ത് എത്തി ഈ ബസ് സ്റ്റോപ്പ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കാൻ പോലീസിന് പോലും സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ബസ് സ്റ്റോപ്പ് ഇവിടെ നിലനിൽക്കുന്നത്. ദേവിക, കിരൺ, ഇത് നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിൽ കീഴിൽ വരുന്ന സ്ഥലമാണല്ലോ. അവിടെയുള്ള അധികാരികൾ എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഇത് നീക്കം ചെയ്യാത്തത് എന്നവർ പറയുന്നുണ്ടോ? അവരുടെ പ്രതികരണങ്ങൾ എടുക്കാൻ ശ്രമിച്ചിരുന്നോ? ദേവിക, ഏതായാലും ഇത് സംബന്ധിച്ചൊരു വിശദീകരണം തരാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ഒരു കേന്ദ്രം അത്രയും ഒരു ശക്തി കേന്ദ്രം, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന് വേരുകളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ കയറി പോലീസിന് ഒരു നടപടിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. കാര്യം അത്രയധികം സ്വാധീനം ഈ ഭീകര സംഘടനയ്ക്ക് വർഷങ്ങളായി തന്നെ സ്വാധീനമുള്ളൊരു മേഖല എന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാനായിക്കുളവും വെടിമറയൊക്കെ നിലനിൽക്കുന്ന സ്ഥലം. ഇപ്പോഴും ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഭീകര സംഘടനയുടെ വേരോട്ടമുണ്ട്. വെടിയമറയിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ ഇപ്പോൾ ഗുണ്ടകൾ എന്നറിയപ്പെടുന്ന ചില ആളുകളുടെ വീടുകളിൽ നിന്ന് പരിശോധന നടത്തുകയും തോക്കടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തത്. ഇങ്ങനെ ഭീകര സംഘടന ഇവരിപ്പോൾ ഗുണ്ടകൾ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും ഇവർക്കൊക്കെയുള്ള ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബന്ധം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം അത് എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന് പോലും അങ്ങോട്ട് കടന്നു കയറി ചെന്നുകൊണ്ട് ഒരു നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷങ്ങളായിട്ടും, അതായത് 2022 പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം വരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ, അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് വേറെ രൂപത്തിൽ പേരിലൊക്കെ മാറ്റി അവർ പ്രവർത്തനം ആരംഭിക്കാൻ നോക്കുമ്പോൾ കേന്ദ്ര ഇന്റലിജൻസിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തികൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേരോട്ടം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടക്കുമ്പോൾ കേരളത്തിൽ കേരള പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നേരത്തെ നമ്മൾ നിരോധനം അവഗണിച്ചതാണോ എന്നിങ്ങനെയുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എറണാകുളം പറവൂരിൽ ഭീകര സംഘടനയുടെ പേരിൽ വെയിറ്റിംഗ് ഷെഡ് നിലനിൽക്കുന്നു. പറവൂർ വാണിയങ്കാടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമുള്ളത്. PFIയെ നിരോധിച്ചിട്ടും ബസ് ഷെൽട്ടർ നീക്കം ചെയ്യാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കിരൺകുമാറാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്.